ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു തഖ്വ ഉള്ളവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വയുനജ്ജില്ലാഹുല്ലദീന തഖൗ ബിമഫാസതിഹിം ലാ യമസ്സുഹുമുസ്സൂഉ വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ഭയപ്പെട്ട് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. ബിമഫാസത്തിഹിം, ഒരു വിജയസ്ഥാനത്തിലേക്ക് അള്ളാഹു അവർക്ക് രക്ഷ നൽകും. ലായമസ്സുഹുമുസ്സൂഉ, അവരെ യാതൊരു തരത്തിലുള്ള വിപത്തും ബാധിക്കുകയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. തഖ്വ ഹജ്ജിൻ്റെയും ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ ദിനങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, ആ ദിനങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹ ഖൈറും മിൻ അയ്യാമി അൽ അശ്രി മിൻ ദുൽഹിജ്ജ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൽക്കർമ്മം അത് മറ്റേത് ദിവസത്തെക്കാളും സൽക്കർമ്മങ്ങളെക്കാളും പ്രധാനപ്പെട്ടതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമവുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് പോലും ഈ പ്രവർത്തനങ്ങൾ, ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ വച്ച് നോക്കുമ്പോൾ അതുപോലും അതിനേക്കാളും ഉത്തമമാണ് മറ്റ് സൽക്കർമ്മങ്ങൾ. ഒരു കാര്യമൊഴിച്ച്, അതായത് സഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നത് വലൽ ജിഹാദ് ഫീ സബീലില്ല, ഈ ഹദീസ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ വർത്തമാനം ദുൽഹജ്ജ് 10 ഏറ്റവും ശ്രേഷ്ഠമാണ്, അതിലെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമാണ് എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട് വലൽ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി വലൽ ജിഹാദു ഫീ സബീല ഇല്ലാ റജുലുൻ, ജിഹാദും ഇതിനേക്കാളും താഴെയാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ താഴെയാണ്. പക്ഷേ അയാൾ ഖറജ ബിമാലിഹി വ നഫ്സിഹി, തൻ്റെ ശരീരവും സമ്പത്തുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു. വലം യർജ മിൻഹു ബിഷൈഇൻ, അതിൽ നിന്ന് ആ പുറപ്പെട്ട ജിഹാദിൻ്റെ മാർഗത്തിൽ നിന്ന് ഒന്നും അയാൾ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരവും സമ്പത്തും ഒക്കെ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ച് ആ മാർഗത്തിൽ അയാൾ ഷഹീദായാൽ, അതൊഴിച്ചു നിർത്തിയാൽ, അതുമാത്രമാണ് ഈ കർമ്മങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരേ ഒരു കർമ്മം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. പ്രത്യേകിച്ച് തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, തസ്ബീഹ്, ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതിലേറ്റവും പ്രധാനമാണ് അറഫാ ദിനം. അറഫാ ദിനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പല സന്ദർഭങ്ങളിൽ പറഞ്ഞതായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വഷാഹിദിൻ വ മഷ്ഹൂദ്, സാക്ഷി നിൽക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് അറഫാ ദിനത്തെക്കുറിച്ചാണ് എന്നൊരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നു. അതുപോലെ വശഫഇ വൽ വത്ർ വൽ വിത്ർ, അങ്ങനെയും ഓതിയിട്ടുണ്ട്. ഇരട്ടയും ഒറ്റയും, ആ ഒറ്റ അൽ വത്ർ എന്ന് പറയുന്നത് അത് അറഫാ ദിനത്തെക്കുറിച്ചാണ് എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കനാണ് ഈ അറഫാ ദിനം എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് ആ ദിവസം അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനവും നരകമോചനവുമൊക്കെ ഏറ്റവും കൂടുതൽ വെളിവാകുന്ന ഒരു സന്ദർഭമാണ് അത്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രവാചകൻ പറഞ്ഞതായിട്ട്, സിയാമു യൗമ അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു വസ്സനത്തല്ലത്തി ബഅദഹു. അതായത് ഹാജിമാർക്ക് അറഫ നോമ്പ് സുന്നത്തല്ല. അവർ അന്ന് അറഫയിൽ നിൽക്കുക, പ്രാർത്ഥിക്കുക,
ഒക്കെ അവർക്ക് ചെയ്യാം. അതുകൊണ്ട് നോമ്പ് അവർക്ക് സുന്നത്തല്ല. ഹാജിമാരല്ലാത്തവരുടെ നോമ്പിനെക്കുറിച്ച് റസൂൽ പറയുകയാണ്, അറഫാ ദിനത്തിലെ നോമ്പ് അഹ്തസിബു അലല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു വസ്സനത്തല്ലത്തി ബഅദഹു, ഒരു വർഷം മുമ്പുള്ള പാപങ്ങളും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടുന്ന, അത് അത്രമാത്രം പ്രതിഫലമുള്ള ഒരു നോമ്പാണ് അറഫ ദിവസത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറഫ ദിവസത്തിൻ്റെ നോമ്പിൻ്റെ ആ ഒരു പ്രത്യേകതയായിട്ട്, അല്ലെങ്കിൽ അറഫ ദിനത്തിൻ്റെ പ്രത്യേകതയായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മാമിൻ യൗമിൻ അക്സറ മിൻ ഐ ഉത്തിഖല്ലാഹു ഫീഹി അബ്ദം മിനന്നാരി മി യൗമി അറഫ. അറഫാ ദിനത്തിൻ്റെ അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്രയധികം ആളുകളെ മോചിപ്പിക്കുന്നത് മറ്റൊരു ദിവസത്തിലും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ ഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗലായി. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശ ലോകത്ത് നിന്ന് സത്യവിശ്വാസികൾ, പ്രത്യേകിച്ച് അറഫയിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അടുത്തു വന്നുകൊണ്ട് അവരെക്കുറിച്ച് മലക്കുകളോട് അഭിമാനത്തോടു കൂടി പറയുകയും, മാ അറാദ ഹൗലായി, ഇവർക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ഞാൻ കൊടുക്കാമെന്ന് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ അമ്രുബ്നു ഷുഐബ് തൻ്റെ പിതാവിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ, അന്ന നബിയ ഖാല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറു ദുആഉ യൗമു അറഫ, ദുആകളിൽ, പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണ് അറഫാ ദിനത്തിൻ്റെ പ്രാർത്ഥന. വ ഖൈറു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും നല്ല വചനം, ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രത്യേകിച്ച് അറഫാ ദിനത്തിൽ നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ വചനമാണ്, ദിക്റാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മാവ് എന്ന് പറയുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു യഅ്മർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷഹീദത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതീഹിന്നാസ് ഫസഅലൂഹു അനിൽ ഹജ്ജ്, ജനങ്ങൾ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ റസൂലിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ്, താബിഈങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട താബിയായിട്ട് അദ്ദേഹം പറയുകയാണ്, ജനങ്ങളുടെ ആ ദിവസം ജനങ്ങൾ കരയുന്നതും അള്ളാഹുവിനോട് വിധേയപ്പെടുന്നതും കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, അറഅയ്തും ലൗ അന്ന ഹൗലാഇ സാറു ഇലാ റജുലിൻ ഫസഅലൂഹു ദാനിഖൻ അകാന യറുദ്ദുഹും ഫഖാലു ലാ ഖാല വല്ലാഹി ലൽ മഗ്ഫിറതു ഇൻദല്ലാഹി അഹ്വനു മിൻ ഇജാബത്തി റജുലിൻ ലഹും ബിദാനിഖ്. അതായത്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഇവരെല്ലാവരും കൂടി ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ മനുഷ്യനോട് ഒരു ചെറിയ സമ്പത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം പണം അയാളുടെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് അത് കൊടുക്കാൻ അയാൾക്ക് സാധിക്കുമോ? അവർ പറഞ്ഞു ഇല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവർക്ക് മുഴുവൻ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അറഫാ ദിനത്തിൻ്റെ അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പാപമോചനവും നരകമോചനവും ഒക്കെ ഔദാര്യത്തോടു കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് എന്നർത്ഥം. ഇമാം നവവി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഹാദൽ യൗമു അഫ്ളലു അയ്യാമിസ്സന ലിദുആ, ഈ ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരു വർഷത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് ഈ അറഫാ ദിനം. ഫയംബഗി ലിൽ ഇൻസാനി അൻ യസ്തഫ്രിഗ ജുഹ്ദഹു ഫി ദിക്രി വദ്ദുആഇ വഖിറാഅത്തിൽ ഖുർആൻ. അതുകൊണ്ട് ഈ ദിവസം മനുഷ്യർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ, അവനോടുള്ള ദുആ, ഖിറാഅത്തുൽ ഖുർആൻ പാരായണം, അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുആ, വയദ്ഉ ബി അൻവാഇൽ അദ്ഇയ വയഅതി ബി അൻവാഇൽ അദ്കാർ വയദ്ഉ ലി നഫ്സിഹി വവാലിദൈഹി വഅഖാരിബിഹി. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുആ, പ്രത്യേകിച്ച് തനിക്ക് വേണ്ടി, തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റു ഗുരുവര്യന്മാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് ഇമാം നവവി പറയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം
അതിനെക്കുറിച്ച് പറഞ്ഞത് ലിമാക്കാന യൗമു അറഫലിൽ മുഹരിമീന ബി മൻസിലത്തി ലൈലത്തുൽ ഖദർ. ഇഹ്റാമിൽ പ്രവേശിച്ച്, അതായത് ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിനം ലൈലത്തുൽ ഖദറിൻ്റെ അതേ സ്ഥാനത്താണുള്ളത്. അള്ളാഹുവിനോട് എങ്ങനെയാണോ വിശ്വാസികൾ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അടുക്കുന്നത്, അതുപോലെ ഹാജിമാർ അള്ളാഹുവിലേക്ക് അടുക്കുന്നു. അള്ളാഹു തിരിച്ചും അവരുടെ അടുത്തേക്ക് വന്ന് അവരെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും അവരോട് അവരുടെ ചോദ്യത്തിനെല്ലാം ഉത്തരം നൽകുകയും ചെയ്തതായിട്ട് പറയുന്നു. അതുപോലെ തന്നെയാണ് യൗമുൻ നഹർ, പിറ്റേ ദിവസം യൗമുൻ നഹർ എന്നറിയപ്പെടുന്ന ദുൽഹജ്ജ് 10-ൻ്റെ അന്ന് സത്യവിശ്വാസികൾ അന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് യൗമുൻ നഹർ. ഹാജിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ബലിയെറുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാ അമില ആദമിയുൻ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖുദ്ദം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, വിശ്വാസികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ബലിദിനത്തിൻ്റെ അന്ന് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനം അള്ളാഹുവിന് ബലിയെറുക്കുക എന്നുള്ളതാണ്. അത്രത്തോളം അതിനൊരു പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം ഈ ദുൽഹജ്ജ് 10-ൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അഫ്ളലു അയ്യാമുൽ ഉസ്ബു യൗമുൽ ജുമഅ. ഒരു ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമഅയാണ്. എന്നാൽ അഫ്ളലു അയ്യാമുൽ ആം യൗമുൻ നഹർ. ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദുൽഹജ്ജ് 10-ൻ്റെ ആ ബലിദിനമാണ്. അത് അറഫാ ദിനമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ളൊരു അഭിപ്രായം. അന്ന് ഏറ്റവും അധികം ചെയ്യേണ്ടത് നമ്മൾ ഈദ് നമസ്കാരം, അതുപോലെ ബലിയെറുക്കുക, തൽബിയത്ത്, തക്ബീർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ നിരന്തരമായി, അത് ദുൽഹജ്ജ് 1 മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അന്ന്, അതായത് ദുൽഹജ്ജ് 13-ൻ്റെ അന്ന് അസ്ർ നമസ്കാരം വരെ ഇത് ചൊല്ലാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞ ആ പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന. അയ്യാമു തശ്രീഖിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അക്ലു വഷുർബിൻ്റെ ദിവസങ്ങളാണ്. അയ്യാമു അക്ലും വഷുർബിൻ വദിക്രില്ല. ഭക്ഷണം കഴിക്കുക, കുടിക്കുക, അതുപോലെ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക. കാരണം ഈദിൻ്റെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലാണ് പ്രത്യേകിച്ചും ഈ അറഫാ ദിനത്തെക്കുറിച്ചുള്ള, അറഫാ ദിനവും അതിന് ശേഷമുള്ള ദിവസങ്ങളെക്കുറിച്ചുള്ള, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രവാചക വചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു ജൂതൻ, അഹ്ലു കിതാബിൽപ്പെട്ട ഒരു ആൾ വന്നിട്ട് ഉമർ ബിൻ ഖത്താബിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരായത്ത് അത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ഈദായിട്ട് ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ ഏതാണ് ആയത്തെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ റദിയതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്ന ആ വചനം, അത് നിങ്ങളുടെ ഖുർആനിലുള്ള ആ വചനം ഞങ്ങൾ കാണാനിറങ്ങിയതെങ്കിൽ ഞങ്ങൾ അതിനെ ഈദായി സ്വീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറയണം, അത് എനിക്കറിയാം അതെന്നാണ് അവതരിച്ചത്. അത് അവതരിച്ചത് അറഫാ ദിനത്തിലാണ്. അതുപോലെ അന്ന് തന്നെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. മാത്രവുമല്ല വിശുദ്ധമായ മക്കയിൽ അറഫയിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അവതരിപ്പിക്കപ്പെട്ട ആയത്താണത്. അതിറങ്ങിയ ദിവസം, അത് അവതരിച്ച ആൾ, അത് അവതരിപ്പിക്കപ്പെട്ട സ്ഥലം, ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമാണ് എന്ന് മാത്രമല്ല, ആയത്ത് തന്നെയാണ് ഒരു ഈദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചതും എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ദീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ആരാധനകളുണ്ട്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുണ്ട്, തഖ്വയുണ്ട്,
ഒപ്പം ആഘോഷവുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ദുൽഹജ്ജിലെ ഈ 10 ദിനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നോമ്പുണ്ട്, ഇതിൽ പ്രാർത്ഥനയുണ്ട്, ഇതിൽ ദിക്റുണ്ട്, ഇതിൽ തസ്ബീഹുണ്ട്, തഹ്മീദ്, തഹ്ലീൽ, അവസാനം നന്നായി ബലിയർക്കുക, സ്വന്തം ഭക്ഷിക്കുക, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക, സദഖ, ഇതെല്ലാം ഉൾച്ചേർന്ന ദിവസങ്ങളാണ് ഈ ദിനങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുൽഹജ്ജിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.